RSSന്റെ രാജ്യത്തെ ഏറ്റവും പ്രഥമ ഗണനീയനായ നേതാക്കളിലൊരാളായിരുന്നു കെ സി കണ്ണൻ. അദ്ദേഹം ഒരു ഘട്ടത്തിൽ ചില വിവാദങ്ങൾ ഉണ്ടാവുകയും പിന്നീട് RSSന്റെ സജീവ പ്രവർത്തകൻ എന്ന പരിപാടി വിട്ട് പേഴ്സണൽ ലൈഫിലേക്ക് ചുരുങ്ങി വിവാഹം കഴിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ അദ്ദേഹം ഒരു കേസിൽ അറസ്റ്റിലാണ്. കാരണം തൻ്റെ സംഘടനാ ബന്ധം ഒപ്പം തന്നെ പാർട്ടി ബന്ധമൊക്കെ ഉപയോഗപ്പെടുത്തി ഒരു ബിസിനസ് കരാറുണ്ടാക്കി ഏതാണ്ട് 3.5 കോടി രൂപ തട്ടി എന്നാണ് കേസ്. ആ കേസെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഫാക്ടറി പൊളിച്ച് നീക്കുമ്പോൾ അതിൻ്റെ പഴയ തുരുമ്പും അല്ല ഇരുമ്പും സംഗതിയെല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു വ്യവസായിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വാങ്ങിക്കുന്നു. അത് കൊടുക്കാതാവുന്നു. പരാതി വരുന്ന അന്വേഷിക്കുമ്പോൾ പല കമ്പനികളിൽ ഇങ്ങനെ പണം വാങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും പ്രതികളാണ് ഇപ്പോൾ ഈ കേസിനകത്ത്. അപ്പോൾ അങ്ങനെ ഒരു കൊടുക്കാമെന്ന് പറഞ്ഞ് കോടികൾ എങ്ങനെ സമ്പാദിച്ചു, അങ്ങനെ സമ്പാദിക്കുന്നതിനുള്ള വിശ്വാസം എങ്ങനെ ആർജിച്ചു, അതിനെക്കുറിച്ചുള്ള അന്വേഷണം, അദ്ദേഹത്തിൻ്റെ മുൻകാല സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ബന്ധങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് എന്നതിലേക്ക് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ എത്തുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നോക്കൂ, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ ബാക്ക് ബോൺ സംഘടനയാണ് RSS. അതിൻ്റെ ഒരുപക്ഷെ സർസംഘചാലകാകുമെന്ന് പോലും കഥകൾ ഉണ്ടായിരുന്ന ആ നിലയ്ക്ക് കേരളത്തിൽ നിന്ന് ഏറ്റവും പ്രഥമഗണ്യനായ അദ്ദേഹത്തെ പോലെ അത്രയും പദവിയിൽ വന്ന വേറൊരു നേതാവില്ല. കെ സി കണ്ണൻ ഇങ്ങനെ ഒരു കേസിൽ പിടിക്കപ്പെട്ടത് ആ നിലയ്ക്കുള്ള ഒരു ഞെട്ടൽ പൊതുവേ ഇല്ല, മാധ്യമങ്ങളിൽ തീരെ നമ്മൾ കാണുന്നില്ല. അപ്പോൾ അത് നമ്മൾ സംസാരിക്കുകയാണ്. അജിംസുന് എന്താ തോന്നുന്നത്? അല്ല, അദ്ദേഹം 2014 ഈ പദവിയിൽ നിന്നും രാജിവെച്ചതിന് ശേഷം വിവാഹിതനായി ഗാർഹസ്ഥ്യ ജീവിതം നയിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പദവിയിൽ നിന്ന് രാജിവെക്കുന്നതിന് ബിസിനസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് വലിയ വാർത്തയായില്ലെന്ന് വെച്ചാൽ നമുക്കറിയാം. ഇപ്പോൾ CPMൻ്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആണെങ്കിൽ ഇത് വലിയ തലക്കെട്ടാകുമായിരുന്നു, അല്ലേ? അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവാണെങ്കിലും ഒരു വലിയ വാർത്തയാകുമായിരുന്നു. കോൺഗ്രസിൻ്റെ ഒരു ബ്ലോക്ക് പ്രസിഡന്റ് ആണെങ്കിൽ പോലും ഒരു വലിയ വാർത്തയാകുമായിരുന്നു. പക്ഷേ ഇത് അങ്ങനെ വലിയ വാർത്തയായിട്ടില്ല. ദേശാഭിമാനിയാണ് ഇത് ആദ്യം വാർത്ത ചെയ്യുന്നത്, പിന്നീടാണ് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ ഈ പ്രബുദ്ധ കേരളം എന്ന് പറയുന്ന കേരളത്തിൽ സംഘപരിവാറിന് അനുകൂലമായ മനസ്സ് എല്ലായിടത്തും ഉണ്ട്, അത് മാധ്യമങ്ങളിലുണ്ട്. അത് എനിക്ക് നേർക്ക് നേരെ അനുഭവമുള്ള കാര്യങ്ങൾ എനിക്കുണ്ട്. അതായത് സംഘപരിവാർ കൊള്ളാം, RSS ആണ് നല്ലതെന്ന് വിചാരിക്കുന്ന മാധ്യമപ്രവർത്തകരുണ്ട്, മാധ്യമങ്ങളുണ്ട്. അപ്പോൾ ഈ RSSനെ അങ്ങനെ പറയാം. അപ്പോൾ ഈ ഇലക്ഷൻ വരുമ്പോൾ സ്ഥിരമായി വരുന്നൊരു വാർത്തയുണ്ട് നാഷണൽ മീഡിയയിലും മലയാളത്തിലൊക്കെ ഉൾപ്പെടെ, ഇക്കുറി BJPയുടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ RSS ഇടപെടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? RSS ഈ തെരഞ്ഞെടുപ്പിൽ നേർക്ക് നേരെ മത്സരിക്കും, BJPയെ പിന്തുണയ്ക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ വാർത്ത വരും. ഇതൊക്കെ എവിടെ നിന്ന് വരുന്ന വാർത്തയാണ്? ഇതൊക്കെ RSSൻ്റെ PR വർക്കാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ RSS ശാഖകളുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ഉത്തർപ്രദേശിൽ അതിൻ്റെ 10,000-ന് മുകളിലുണ്ട്. കേരളത്തിൽ 6,500 ശാഖയുണ്ട് RSSൻ്റെ കണക്ക് പ്രകാരം. അപ്പോൾ കേരളം സംഘപരിവാറിനെതിരായ രാഷ്ട്രീയമുള്ള ഒരു സംസ്ഥാനമാണെന്ന് പറയുകയും, UP കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, ഗുജറാത്തിൽ പോലും 1000 ശാഖകളേ ഉള്ളൂ, കേരളത്തിൽ 6,500 ശാഖയുണ്ട്. അപ്പോൾ കേരളമാണോ സംഘപരിവാറിന് വളക്കൂറില്ലാത്ത നാട്? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. അപ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു ട്രെൻഡ് എല്ലായിടത്തും ഉണ്ട്. പിന്നെ മറ്റൊന്ന്, RSSൻ്റെ ഒരു രഹസ്യ സ്വഭാവമാണ്. RSS ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു മിലിറ്റൻ്റ് ഓർഗനൈസേഷനാണ്. അവർക്ക് സ്വന്തമായി ഭരണഘടനയില്ല. ഭരണഘടന ഉണ്ടാക്കിയാലേ നിങ്ങൾ ബാൻ നീക്കുള്ളൂ എന്ന് സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞിട്ട് പോലും ഈ കഴിഞ്ഞ 75 വർഷമായിട്ട് അവർ ഭരണഘടന ഉണ്ടാക്കിയിട്ടില്ല. 2, അവർക്ക് അംഗത്വ രജിസ്റ്റർ ഇല്ല. അതാരാണ് പ്രവർത്തിക്കുന്നത് ചോദിച്ചാൽ, ഞാൻ RSSകാരനാണെങ്കിൽ ഞാൻ ശാഖയിൽ പോകുന്നവനൊക്കെ RSSകാരനാണ്. അല്ലാതെ ഞാൻ RSS എനിക്ക് മെമ്പർഷിപ്പ് കിട്ടില്ല. ഞാനിപ്പോൾ ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അത് RSSന് വേണ്ടി ചെയ്തതാണോ എന്ന് അന്വേഷണ ഏജൻസിയിൽ കണ്ടെത്താൻ കഴിയില്ല. RSS അല്ലെന്ന് അവർ പറഞ്ഞല്ല. അല്ല, അപ്പോൾ ഗോഡ്സെ RSSകാരനല്ലയോ എന്നുള്ള തർക്കം കോടതി കയറിയേക്കാണ്. ഗോഡ്സെ RSS ആണോ അല്ലേ? ഗോഡ്സെ പറഞ്ഞ RSS അല്ല, RSS പറഞ്ഞ RSS അല്ല. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഒരാൾ RSSകാരനാണോ അല്ലേ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അത്രമാത്രം രഹസ്യാത്മകമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. മറ്റൊരു കാര്യം, ഈ RSS അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ. ഇപ്പോൾ സർസംഘചാലക്, സർസംഘചാലക്, പിന്നെ കാര്യവാഹക്, ജനറൽ സെക്രട്ടറി, അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി, ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇതിനൊരു ഘടനയുണ്ട്. ഈ ഘടന പോലും ഡെമോക്രാറ്റിക്കലി എലക്ട് ചെയ്യപ്പെടുന്നതല്ലോ. സർസംഘചാലകൻ ആരാണ് തിരഞ്ഞെടുക്കുന്നത്? സർസംഘചാലകനെ തിരഞ്ഞെടുക്കുകയല്ല, തൊട്ട് മുമ്പുള്ള സംഘചാലക് നോമിനേറ്റ് ചെയ്യുകയാണ് നടത്തുക. അതായത് രാജാവ് മറ്റൊരാളെ അഭിഷേകം ചെയ്യുന്നത് പോലെയാണ് അതിൻ്റെ രീതി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്വഭാവം. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ രഹസ്യ സ്വഭാവത്തിനിടയ്ക്ക് പേഴ്സണൽ ഗ്രഡ്ജ്, മൊറാലിറ്റി, പൊളിറ്റിക്കൽ മൊറാലിറ്റി, ഇത്തരം ചില സാധനങ്ങളുണ്ടല്ലോ ഏത് സംഘടനയ്ക്കും. ഇപ്പോൾ ഒരു സംഘടന ഇപ്പോൾ 100 വർഷമായിട്ട് നൽകുന്ന സംഘടനയാണ്. ആ സംഘടന നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ അകത്തൊരു ഇൻസൈഡ് മൊറാലിറ്റി വേണമല്ലോ. ഈ ഇൻസൈഡ് മൊറാലിറ്റി പോലും ഇല്ലാത്തൊരു സംഘടനയാണത്. അതിൻ്റെ തന്നെ പ്രവർത്തകരെ കൊന്നൊടുക്കിയ ചരിത്രങ്ങളുണ്ട്. അതിൻ്റെ നേതാക്കളെ തന്നെ എലിമിനേറ്റ് ചെയ്ത ചരിത്രങ്ങളുണ്ട്. അത്തരം ചരിത്രങ്ങളിൽ കേസുകൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ദീൻ ദയാൽ ഉപാധ്യായ BJPയുടെ ഐഡിയോളജിയായ അന്ത്യോദയ എന്ന് പറയുന്ന ഐഡിയോളജിയുടെ ഉപജ്ഞാതാവാണ്. അവരുടെ വലിയ ജനസംഘത്തിൻ്റെ വലിയ നേതാവായിരുന്നു.
അദ്ദേഹത്തെ മുഗൾ സരായ് എന്ന് പറഞ്ഞ UP-യിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ തല്ലിക്കൊന്നിട്ടുകയായിരുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തെ മർഡർ ചെയ്തതാണ്, അത് കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തിയതാണ്. ആരാണ് കൊന്നത് എന്ന് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ആർക്കും അറിയില്ല. BJP-ക്കാർക്കും അറിയേണ്ട, RSS-കാർക്കും അറിയേണ്ട. സകല അസ്ഥികൂടങ്ങളും തപ്പിയെടുക്കുന്ന BJP-ക്കോ RSS-നോ ദീൻദയാൽ ഉപാധ്യായ എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയില്ല. സുനിൽ ജോഷി ഒരു RSS-ൻ്റെ വലിയ ലീഡറായിരുന്നു. സുനിൽ ജോഷി മാലേഗാവ് സ്ഫോടനം മുതൽ അതുപോലെ അജ്മീർ ദർഗാ സ്ഫോടനം മുതൽ അങ്ങനെ നിരവധി സ്ഫോടന കേസുകൾ പ്രതികർക്കപ്പെട്ട അന്വേഷണം നേരിട്ട ഒരാളാണ്. പ്രഖ്യാ സിംഗ് ഠാക്കൂറിനൊപ്പം ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം വെടിവെച്ച് കൊല്ലപ്പെടുകയാണ്. ആ കേസ് കോടതിയിൽ വന്നു. 2011 കേസ് കോടതിയിൽ NIA ഏറ്റെടുത്തു 2011. എന്നിട്ട് കോടതിയിൽ 2017 ഇപ്പോൾ സുനിൽ ജോഷി കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് കോടതി തീർപ്പാക്കി. അദ്ദേഹത്തെ ആരും കൊന്നിട്ടില്ല എന്ന് തീർപ്പാക്കി വിട്ടയച്ചു. പ്രഖ്യാ സിംഗ് ഠാക്കൂർ അന്ന് രാത്രി സുനിൽ ജോഷിയുടെ വീട്ടിലെത്തുകയും അവിടെ നിന്നൊരു ബ്രീഫ് കേസ് എടുത്തുകൊണ്ട് പുറത്തേക്കുകയും ചെയ്തു എന്നാണ് NIA കണ്ടെത്തൽ. 2011 അവരന്വേഷിച്ച് കണ്ടെത്തിയതാണ്. അപ്പോൾ കൊന്ന ആളുകളെ പിടിച്ചു, അവരെ തെളിവില്ല എന്ന് കണ്ട് 2017 വിട്ടയക്കുകയാണ് ഉണ്ടായത്. സുനിൽ ജോഷി ആരാണ് കൊന്നത് ആർക്കും അറിയില്ല. സഞ്ജയ് ജോഷി എന്ന് പറയുന്ന മറ്റൊരു RSS BJP നേതാവ് കൂടിയാണ്. അദ്ദേഹം നരേന്ദ്രമോദിയുടെ സമശീർഷനാണ്, സമകാലികനാണ്. മോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് തന്നെ ഗുജറാത്തിലെ BJP-യുടെ ജനറൽ സെക്രട്ടറിയാണ് അവിടെ. അദ്ദേഹമാണ് കേശുഭായ് പട്ടേലിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹം അവിടെ പ്രവർത്തിച്ചതിന് ശേഷമാണ് 95 ആദ്യമായി BJP അവിടെ അധികാരത്തിൽ വരുന്നത്. സഞ്ജയ് ജോഷിയുടെ ഒരു അശ്ലീല CD നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പുറത്തിറങ്ങി വ്യാപകമായി പ്രചരിച്ചു. അദ്ദേഹത്തെ പാർട്ടി സ്ഥാനത്ത് നിന്ന് പുറത്താക്കേണ്ടി വന്നു. BJP-യിൽ നിന്ന് അദ്ദേഹം മാറ്റി നിർത്തി. പിന്നീടുള്ള അന്വേഷണത്തിൽ ഫേക്ക് വീഡിയോ ആണെന്ന് തെളിഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചെടുക്കുകയാണ് ചെയ്തത്. എന്താ കാരണം? മോദി സാഹിബിന് അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നില്ല. അദ്ദേഹത്തെ ഗുജറാത്തിൽ നിർത്തില്ല, അദ്ദേഹത്തെ UP-യിലേക്ക് പറഞ്ഞുവിടുമായിരുന്നു, പിന്നെ ഡൽഹിയിലേക്ക് പറഞ്ഞുവിടുമായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ജോഷി അവിടെ അടുപ്പിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ പ്രവീൺ തൊഗാഡിയെ എന്നെ മോദിയുടെ ആളുകൾ കൊല്ലാൻ വരുന്നു പറഞ്ഞ് ഒളിച്ചോർക്കുണ്ടോ? ഹരൺ പാണ്ഡ്യയുടെ കേസ് അത് വേറെ കേസ്. ഇങ്ങനെ നമ്മൾ ഈ നിലവറകൾ തുറക്കുകയാണെങ്കിൽ അസ്ഥികൂടങ്ങൾ പുറത്തേക്ക് വരുന്ന അത്ര രഹസ്യാത്മകതയുള്ള ഒരു മിലിറ്റൻ്റ് ഓർഗനൈസേഷനാണ് RSS. അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കെ തന്നെ RSS-കാരെ പറ്റി മാധ്യമങ്ങൾ, മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്ന പെർസെപ്ഷൻ എന്താണെന്നറിയോ? അവർ വോളണ്ടിയേഴ്സാണ്, അവർ സർവ്വ പരിത്യാഗികളാണ്, അവർ കുടുംബവും വിവാഹവും പോലും ഉപേക്ഷിച്ച് രാഷ്ട്ര സേവനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ്, അവരുടെ സേവാഭാരതി നിക്കറിട്ടുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ്, അവർ ഭൂമിയെ പോലും നോക്കാതെ ചെരുപ്പിടാതെ നടക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞ് എന്തിനേറെ പറയുന്നു. നമ്മുടെ മുഖ്യമന്ത്രി പോലും അദ്ദേഹം ഋഷിവര്യനാണ് എന്ന് പറയും. ആരെ പറ്റിയാണ്? നിലയ്ക്കൽ സമരകാലത്ത് കേരളം മുഴുവൻ നാടൊട്ടുക്ക ക്രിസ്ത്യാനികൾക്കെതിരെ വർഗീയത പ്രസംഗിച്ചുകൊണ്ടുവന്ന ഒരാളെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഋഷിവര്യനായിരുന്നു എന്ന് പറയുന്നത്. ഇതാണ് RSS-നെ പറ്റി മാധ്യമങ്ങളും അല്ലാത്തവരും ഉണ്ടാകുന്ന പെർസെപ്ഷൻ. ഓക്കെ സാർ തോന്നുന്നത് അത് നിഷാദ്, എനിക്ക് തോന്നുന്നത് ഒന്നിപ്പോൾ അജിംസ് പറഞ്ഞ പോലെ ഇവരുടെ രഹസ്യ ജീവിതം. ഇപ്പോൾ KC കണ്ണൻ എന്ന് പറയുന്നത് നമുക്ക് പിന്നെ നമ്മുടെ മറ്റേതെങ്കിലും തരത്തിലുള്ള നേതാക്കളെ പോലെ ഇപ്പോൾ കോൺഗ്രസ്സിലായാലും CPM-ലായാലും നമുക്ക് നല്ലവണ്ണം മന്ത്രിയായിരിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭാരവാഹിയോ ആയിരിക്കുകയോ ചെയ്തിട്ടുള്ള മറ്റാളുകളുടെ പേര് പറയുന്ന പോലെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല. KC കണ്ണൻ പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നു. അയാൾ RSS-ൻ്റെ സഹസർക്കാര്യവാഹകായിരുന്നു, ജോയിൻറ്റ് ജനറൽ സെക്രട്ടറി ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു അറിവാണ്. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാവർക്കും വളരെ പെട്ടെന്ന് അറിയില്ല. അത് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ വളരെ രഹസ്യാത്മകമായി മാത്രം നടക്കുന്നൊരു സംഘടനയാണ്. അതിൽ തന്നെ രഹസ്യമായ ചില വ്യക്തിപരമായ ഇടപാടുകൾ കൂടി ചെയ്യുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ തോന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ ഒരു വളരെ അച്ചടക്കമുള്ള ഒരു സംഘടനയാണ്. അച്ചടക്കത്തിൻ്റെ പേരിൽ മാത്രം ശ്ലാഘിക്കപ്പെടുന്ന ആ സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് പിന്നെ ഈ ആക്രി കച്ചവടത്തിലൂടെ തട്ടിപ്പ് നടത്തുക പോലുള്ള കാര്യങ്ങൾ പോലുമാണ് എന്ന് നമുക്ക് കരുതേണ്ടി വരും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം തന്നെ, KC കണ്ണൻ്റെ കാര്യം തന്നെ, ഇദ്ദേഹം ഈ വിവാഹം കഴിച്ച് പിന്നെ ഗാർഹസ്ഥ്യത്തിലേക്ക് പോവുകയും RSS പ്രവർത്തനം അവസാനിപ്പിക്കുകയൊക്കെ ചെയ്തത് അത്ര സ്വാഭാവികമായി നടന്ന കാര്യങ്ങളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലീഡർഷിപ്പിൽ നിന്ന് മാറിയത് അല്ല, അതിൽ തന്നെ ചില പിന്നെ മറ്റ് സംഗതികൾ കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. വിവാദമുണ്ട്, നമ്മൾ അതിലേക്ക് പോകാം. പക്ഷേ അതേസമയം തന്നെ ജനങ്ങൾ അറിഞ്ഞൊരു വിവാദത്തിൽ ഇദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട ഒരു ടേപ്പ് പുറത്തു വന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നല്ലോ. 2021 അവർ മത്സരിക്കാൻ പോകുന്ന സമയത്ത് ശോഭാ സുരേന്ദ്രനും ഒരു സ്ത്രീയും തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ഒരു ടേപ്പ് പുറത്തു വന്നു. ആ ടേപ്പിൽ അവർ സംസാരിക്കുന്ന ആള് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ആ ലേഡിയാണ്. അവർ തമ്മിലാണ് സംസാരം നടത്തുന്നത്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ദുരൂഹമായ പല പിന്നെ നിലകളിലും ഈ പേരുകൾ മുമ്പും വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഈ പറഞ്ഞ പോലെ നമ്മൾ അത്ര വലിയ കാര്യമാക്കാറില്ല. അല്ലെങ്കിൽ നമ്മുടെ പൊതുമാധ്യമങ്ങൾ പൊതുവിൽ മറ്റ് CPM-ൻ്റെയോ അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിൻ്റെയോ ഒരു നേതാവ് ഉൾപ്പെടുന്നത് പോലെയുള്ള ഒരു വാർത്തയായി കണ്ട് അതിനെ വലിയ വാർത്തയായിട്ട്, കാരണം ഫൈറ്റ് ചെയ്യാൻ നമുക്കൊന്നുമില്ല. കാരണം
RSSനോട് ഫൈറ്റ് ചെയ്യാൻ, RSSന് എതിരെ കൊടുക്കാത്ത വെച്ചാൽ RSS തിരിച്ച് ഇതൊന്നും അങ്ങനെ ഒരു വളരെ പരസ്യമായ ഒരു പത്രസമ്മേളനം നടത്തി ഇതിനെ ഡിഫെൻഡ് ചെയ്യാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സംഘടനയല്ല RSS എന്നുള്ളതാണ്. അവരുടെ ആ സ്ട്രക്ചർ തന്നെ ആ നിലയ്ക്ക് തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് അതിൽ വലിയൊരു കമ്പം ഉണ്ടാകാനും സാധ്യത കുറവാണ്. പിന്നെ ഈ ബഹുമാനവും, ഈ ആദരവും ബഹുമാനവും, ഈ കുറയും തൊട്ട് ഈ പറഞ്ഞ രീതിയിൽ നടക്കുന്ന ആളുകളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉൾക്കുളിർമ ഉണ്ടല്ലോ. പത്രപ്രവർത്തകർക്കായാലും ഉണ്ട്, മാധ്യമങ്ങളിൽ ധാരാളം പേർക്ക് ആ ഒരു ഇതുണ്ട്. എന്തിനിപ്പോൾ സുരേഷ് ഗോപിയുടെ അടുത്ത് പിന്നെ വെറുതെ സുരേഷ് ഗോപിയുടെ അടുത്ത് നിൽക്കുമ്പോൾ മാധ്യമപ്രവർത്തകരിൽ ചിലരുടെ മുഖഭാവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുള്ളത് കൊണ്ട് കൂടിയാണ് ഇതിങ്ങനെ പോയത് എന്ന് നമ്മൾ കാണേണ്ടി വരും. ഒരുപക്ഷെ ദേശാഭിമാനിയാണ് റിപ്പോർട്ട് ചെയ്തത് ആദ്യം. പക്ഷേ ദേശാഭിമാനിക്ക് പോലും ഇയാളുടെ സ്ഥാനം സംബന്ധിച്ച വേണ്ടത്ര ഒരു ധാരണ ഉണ്ടായിരുന്നില്ല തോന്നുന്നു. ആ നിലക്കല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് ഇതിവർ ഇപ്പോൾ PP മുകുന്ദന് സിനിമാ നിർമ്മാതാക്കളുമായി വലിയ ബന്ധമായിരുന്നു. നമുക്ക് ഒരിക്കലും വിചാരിക്കാം PP മുകുന്ദൻ പോലുള്ള ഒരു RSSൻ്റെ നേതാവായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ മാത്രം കാര്യങ്ങൾ ഈ പറയുന്ന ഭൗതിക ലോകത്ത് നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മൾ വിചാരിക്കുന്ന ആൾ സിനിമാ നിർമ്മാതാക്കളുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ്. നല്ല രീതിയിലും ആവാം കേട്ടോ. പക്ഷേ ഈ ഭൗതിക ജീവിതത്തിലെ ഈ തട്ടിപ്പ്, ആക്രി കച്ചവടം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി ഇടപെടുന്ന എന്താ പറയുക, വളരെ നിലവാരം കുറഞ്ഞ മനുഷ്യർ കൂടിയാണ് ഇവർ എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ വേറൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഇനി ഇത് യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ ഉൾപ്പൊരുൾ എന്താണെന്നുള്ളത് പിന്നീട് KC കണ്ണൻ തന്നെ പുറത്തുനിന്ന് പറയേണ്ടി വരും. അതും മനസ്സിലാക്കണം. മോദി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ RSSൻ്റെ ടോപ്പ് ലെയറിലുണ്ടായിരുന്ന നേതാവിനെ ആക്രി കച്ചവടത്തിൽ ഏതെങ്കിലും സർക്കാർ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അത് തൊടാതെ വിഴുങ്ങാൻ പറ്റില്ല. അതാണ് എൻ്റെ പ്രശ്നം. എന്തായാലും നോക്കി ഇന്ന് അവസാനിപ്പിക്കാൻ, നാളെ ഇരിക്കാം വീണ്ടും. നമസ്കാരം.